ശരി, പ്രിന്റു മഹാദേവ് മറുപടി നൽകാം. നീറ്റും നെറ്റും ഒക്കെ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ മൂന്നാം മോദി സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത്. എന്തുകൊണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം ഇതൊരു വ്യാപം അഴിമതിയോടാണ് രാഹുൽ ഗാന്ധി ഉപമിച്ചിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ വ്യാപത്തിൻ്റെ ഉണ്ടയില്ല വീടി അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ആദരണീയനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് സർക്കാർ, കേന്ദ്ര സർക്കാർ. അത് സർക്കാരിൻ്റെ ഒരു പോളിസിയാണ്. ഇപ്പോൾ വിവാദമായിട്ടുള്ള നീറ്റ് ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, അതിനകത്ത് ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും. NTA പുനഃസംഘടിപ്പിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ആ മെറിറ്റിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ NTA-ക്കെതിരെ വ്യാപകമായിട്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ അത് വന്ന സമയം മുതലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, NTA എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ല. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഏജൻസി പരീക്ഷ സുതാര്യമായിട്ടും സമഗ്രവുമായിട്ടും ഓൾ ഓവർ ഇന്ത്യയിൽ മൊത്തം വിദ്യാർത്ഥികളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പരീക്ഷാ ഏജൻസി വേണമെന്ന് ആദ്യമായി പറയുന്ന 1986 NEP-യിലാണ്. പിന്നീട് 1992 വീണ്ടും അത് പ്രോഗ്രസ് എന്ന രീതിയിൽ അത് വരുന്നു. പിന്നീട് 2013 മൻമോഹൻ സിംഗ് സർക്കാരാണ് ഇതിന് ആധികാരികമായി NTA എന്നൊരു ഫോം എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് 2017 മോഡി സർക്കാർ അതിന് ആധികാരികമായിട്ട് ക്യാബിനറ്റിൻ്റെ അംഗീകാരം കൊടുക്കുന്നു. ഇതാണ് NTA-യുടെ ഒരു ചരിത്രം. അപ്പോൾ സ്വാഭാവികമായിട്ട് NTA വന്ന സമയത്ത് തന്നെ ഏറ്റവും സുതാര്യവും സമഗ്രവുമായിട്ടാണ് അതിൻ്റെ പരീക്ഷ നടത്തിയത്. നമുക്കറിയാം CBSE പരീക്ഷ നടത്തി, അതിനുശേഷം NTA പരീക്ഷ നടത്തുന്നു. NTA പരീക്ഷ നടത്തുന്ന സമയത്ത് അന്ന് ഈ പരീക്ഷാ നടപടികൾ വളരെയധികം വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഈ ദേഹപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ് എന്ന രീതിയിലാണ് അന്നത്തെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നത്. അത് ദേഹപരിശോധനയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ അന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള പരീക്ഷാ സംവിധാനമായിട്ടാണ് NTA ഈ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ ആസൂത്രിതമായിട്ട് ഒരു പറ്റം ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ മൂലധന നിക്ഷേപം, ഈ കോർപ്പറേറ്റ് മേഖലയിലുള്ള മൂലധന നിക്ഷേപം പ്രത്യേകിച്ച് എൻട്രൻസ് മേഖലയിലേക്ക് വന്നതിന് ശേഷം ആസൂത്രിതമായിട്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമമുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ ആയിക്കോട്ടെ, ഗുജറാത്ത് ആയിക്കോട്ടെ, ഇതിലൊക്കെ പ്രതിപട്ടികയിൽ ഒരു സർക്കാർ മാത്രമല്ല, കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവർ ഏത് രീതിയിലും വിലക്കെടുക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്. ആ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. രണ്ടാമത് നമുക്ക് നേരത്തെ നിങ്ങൾ ബീഹാറിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ബീഹാറിൻ്റെ ആ വിദ്യാർത്ഥിയുടെ പേര് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് അത് BJP മാത്രമല്ലല്ലോ കുറ്റക്കാർ. അതിനകത്ത് ആ വിദ്യാർത്ഥിയുടെ പേര് അനുരാഗ് യാദവ് എന്നാണ്. ഈ അനുരാഗ് യാദവിന് ചോദ്യപേപ്പർ എത്തിച്ചു കൊടുക്കുന്നത് സിക്കന്ദർ യാദവ് എന്ന് പറയുന്ന ആളാണ്. ഈ സിക്കന്ദർ യാദവ് ആരാണ്? അദ്ദേഹം അവിടുത്തെ തേജസ്വി യാദവിൻ്റെ PS-ന്റെ ബന്ധുവാണ്. PS പ്രീതം എന്ന് പറയുന്ന തേജസ്വി യാദവിൻ്റെ ബന്ധുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ബീഹാർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ഈ അഴിമതിയുടെ യഥാർത്ഥ കാരണക്കാരൻ ലഹാലുവിൻ്റെ കുടുംബമാണ്. അവിടെ എങ്ങനെയാണ് BJP-ക്കാർ പ്രതികളാവുക? ഇപ്പോൾ ഹരിയാനയിലെ കോച്ചിങ് സെന്ററുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള ഇത്തരത്തിൽ നടന്ന കാര്യങ്ങളെ ഞങ്ങൾ കണ്ടില്ലെന്ന് അടിക്കുന്നില്ല. സ്വാഭാവികമായി സുതാര്യമായ ഒരു പരീക്ഷ നടക്കുന്ന രീതിയിൽ ആരൊക്കെയാണോ കുറ്റക്കാർ, ആ കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഇപ്പോൾ നമുക്കറിയാലോ ഈ നെറ്റ് പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. CBI-യുടെ അന്വേഷണം കൃത്യമായി നടക്കും. അതിൽ ഏതാണ് പ്രതികളെന്ന് കൃത്യമായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ആരാണ് ഇതിന് പിന്നിൽ കളിച്ചിട്ടുള്ള ശക്തികളെന്ന്. പിന്നെ നമ്മൾ ഒരു ഫേക്ക് ആയിട്ടുള്ള പ്രചരണം രാഷ്ട്രീയപരമായി, അത് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ പോലെ രാഷ്ട്രീയമായി ഹാൻഡിലുകളിൽ നന്നായി കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിക്കുമ്പോൾ ഈ തരത്തിലുള്ള പ്രതികരണമല്ല നടത്തിയത്. ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഏത് മന്ത്രിക്ക് ഇന്ന ആളുമായി ബന്ധം എന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുപോകുന്നതിനെക്കാട്ടപ്പുറം ഇത്രയും സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗുജറാത്തിലെ കണക്ക് പറയൂ, ഹരിയാനയിലെ കണക്ക് പറയൂ, ബീഹാറിലെ ഒരു തേജസ്വി യാദവിന്റെ ഒരു കേസ് മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുക? ഇതൊരു വലിയ അഴിമതി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ പറഞ്ഞല്ലോ കുട്ടികളെ പരിശോധിക്കുന്ന കാര്യം, കുട്ടികളെ പരിശോധിക്കുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പരീക്ഷ തലേന്ന് ചോദ്യപേപ്പർ കിട്ടിയെന്നാണ് പറയുന്നത്. 30 ലക്ഷം മതിയെന്നേ. 30 ലക്ഷം കൊടുത്താൽ ചോദ്യപേപ്പർ കിട്ടുന്ന സംവിധാനം, അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അതിന് ഉത്തരവാദികളായിട്ട് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, ആരാണ് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളാരും കുറ്റക്കാരുടെ പിറകെ പോകുകയല്ലോ. ഞങ്ങൾ ഒരു കുറ്റക്കാരെയും പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ നടക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് നല്ല രീതിയിൽ നടന്ന ഒരു പരീക്ഷയെ ആസൂത്രിതമായി തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായത്. ഞാൻ പറയാം, ഒന്ന് പറയാൻ അനുവദിക്കും. എന്താണ് മേഡം ഒന്നുകൂടി? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ നിങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ടോ? അല്ല, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടെങ്കിൽ സ്വാഭാവികമായി കുറ്റക്കാരാണെങ്കിൽ അതേ ചോദ്യ പേപ്പർ. അല്ല, ഞാൻ പറയാം,
അല്ല, ഈ ചോദ്യപേപ്പർ പുറത്തു വെച്ചിട്ട് ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണം അദ്ദേഹം വളരെ മാന്യമായിട്ട് ഇന്ന് പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് പറയും. ബീഹാർ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും അവിടെ നിന്നുള്ള ഫീഡ്ബാക്കുകളും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രതികളെ പൂർണ്ണമായിട്ടും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് അദ്ദേഹം ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികളുണ്ട്. ഒരു ക്രമക്കേടുമില്ല എന്നാണ് കേന്ദ്രം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടിയ ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് തന്നെ തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ പിഴവ് സമ്മതിക്കുന്ന എപ്പോഴാണ്? സുപ്രീം കോടതി പറഞ്ഞ ശേഷമാണ്. 0.01% ക്രമക്കേട് പോലും അംഗീകരിക്കാനാവില്ല എന്ന് കോടതി പറഞ്ഞ ശേഷമാണ്. അല്ല, ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞില്ല. അല്പം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇതിനപ്പുറത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ഇപ്പൊ നോക്കൂ, ഞാൻ ഇന്നലെയാണ് അലഹബാദ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വിധി ഇന്നലെ അലഹാബാദ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ആയുഷ് പട്ടേൽ എന്ന് പറയുന്ന ഈ NTA അതുമായി ബന്ധപ്പെട്ട നീറ്റ് പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥി നൽകിയിട്ടുള്ള ഒരു വിവാദമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായത്. ആ കേസുമായി ബന്ധപ്പെട്ട ആ വിദ്യാർത്ഥി കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫേക്ക് ആണെന്ന് കോടതി ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പിറകിലായിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയൊക്കെ. അപ്പൊ നോക്കുക, NTA എന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താണ്, കൃത്യമായി മെറിറ്റാണ് അതിന്റെ പേര്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ CUET ഇപ്പൊ കേന്ദ്ര സർക്കാർ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് ഒരു ഒഴുക്കായിരുന്നു എല്ലാ യൂണിവേഴ്സിറ്റികളും ഉണ്ടായിരുന്നത്. കൃത്യമായി പരീക്ഷ വന്നതിന് ശേഷം നിങ്ങൾ നോക്കൂ, ഈ ഇവിടെ മലയാളികളായിട്ടുള്ള ആളുകൾ, ഞാൻ പറഞ്ഞ മലയാളികളായ മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത്, ഇവിടുത്തെ മാർക്ക് അടിസ്ഥാനത്തിൽ നിന്ന് എൻട്രൻസ് വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു പ്രത്യേകമായിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം സ്വാഭാവികമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്, മെറിറ്റാണ് മാനദണ്ഡം. അപ്പൊ മെറിറ്റ് മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ പരീക്ഷ ഏജൻസിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി ആരെങ്കിലും ആസൂത്രിതമായ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കാരണം എന്താണ്, ഇവിടെ എല്ലാം ഇല്ലില്ല, ബീഹാറിൽ 705 മാർക്ക് നേടിയ വിദ്യാർത്ഥി, നീറ്റ് പരീക്ഷയിൽ 705 മാർക്ക് നേടിയ വിദ്യാർത്ഥി +2 പരീക്ഷയിൽ തോൽക്കുകയായിരുന്നു. അല്ല വേണം, ഞാൻ ഈ ബീഹാറിലെ ആ വിദ്യാർത്ഥിയുടെ യഥാർത്ഥ റീസൺ എന്താണുള്ള ഫാക്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ അല്പം മുമ്പ് അങ്ങയുടെ മുമ്പിൽ പറഞ്ഞല്ലോ. ഈ രാജ്യത്ത് നടന്നൊരു കേസാണ്. എന്താണ്, അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവിന്റെ PS ആണ് അവർക്ക് ചോദ്യപേപ്പർ കൊടുക്കുന്നത്. അതിന് ഉത്തരവാദി നരേന്ദ്രമോദി. അങ്ങനെയെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട വാദമായി ഇന്ന് കേന്ദ്രമന്ത്രിക്ക് ഉന്നയിക്കാമല്ലോ. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ അദ്ദേഹം പറഞ്ഞല്ലോ, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ വിദ്യാർത്ഥി പക്ഷത്താണ്, ആരും തന്നെ ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനോ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു സമരത്തിന്റെ ആയുധമായിട്ട് നിങ്ങൾ കാണരുത്. അത് അദ്ദേഹത്തിന്റെ മാന്യതയാണ്. ഒരു രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നം വരുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാകുന്നത് അത് ശാശ്വതമായ പരിഹാരമാണ്. അതാണ് ഒരു ഭരണകർത്താവ്. വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ യുവാക്കളാണ്, ഭാവിയിലെ യുവാക്കളാണ്. നേരത്തെ ആദർശ് പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ യുവാക്കൾക്ക് എല്ലാം നേടിക്കൊടുക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രസംഗിച്ച മോദി ഇപ്പോൾ മൗനത്തിലാണ്. അതാണ് ഇന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.